കൃപാസനം എന്നു പറയുന്നത് ദൈവമായ കർത്താവാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത വാഗ്ദാന നാട് തേടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശക്തി ചൈതന്യമായി അവരുടെ മധ്യത്തിൽ സഞ്ചരിച്ചിരുന്ന സാക്ഷ്യപേടകത്തിന്റെ മേൽത്തട്ടിൽ ചിറകുവിരിച്ച സ്വർണ്ണ കിരൂബുകളുടെ മധ്യത്തിലായി സ്ഥാപിക്കപ്പെട്ട ദൈവസന്നിധാനത്തിന്റെ പേരാണ് കൃപാസനം എന്ന് പഴയ നിയമം ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സാക്ഷ്യപേടകം ഒരു സ്വർണ്ണ പേടകമാണ്. അത് ദൈവനിർദ്ദേശപ്രകാരം മോശ കരുവേലിത്തടിയിൽ നിർമ്മിച്ച് അകത്തും പുറത്തും സ്വർണ്ണ തകിടുകൾ പതിപ്പിച്ച ഈ സാക്ഷ്യപേടകത്തിന്റെ ഉള്ളിൽ 3 അതിവിശുദ്ധ വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു. 1. മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകളടങ്ങുന്ന കൽപ്പലക. 2. അഹറോന്റെ പൂത്തവടി. 3. സ്വർണ്ണ കലശത്തിലുള്ള മന്ന അപ്പം. ഈ ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ജനം യുദ്ധം ജയിച്ചതും ജെറീക്കോ തകർത്തതും ജോർദാൻ പിളർത്തിയതും വാഗ്ദാന നാട് പ്രാപിച്ചതും. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ആ വാഗ്ദാന പേടകം ആരാണെന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹന്നാൻ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. അവൾ ഗർഭിണിയാണെന്നു പറയാൻ കാരണം പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിനുള്ളിൽ ദൈവത്തിന്റെ വചനങ്ങൾ കൽപ്പലകകളിലായി ദൈവം നിക്ഷേപിച്ചിരുന്നു എന്നതത്രേ. പുതിയ നിയമത്തിലെത്തിയപ്പോൾ തൽസ്ഥാനത്ത് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം ദൈവം നിക്ഷേപിച്ചത് മാംസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് സഭ വിശേഷിപ്പിക്കുന്നത്. 6 കാര്യങ്ങൾ മരിയൻ ഉടമ്പടി ചെയ്യുന്നവരെ ദൈവ തിരുസന്നിധി നിറവേറ്റിക്കൊള്ളാമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നതാണ് മരിയൻ ഉടമ്പടി. അമ്മയുടെ വചനം പാലിച്ചു, അമ്മയുടെ വചനം മാതൃകയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞ 6 കാര്യങ്ങൾ, അതായത് നിങ്ങൾ ലോകം മുഴുവൻ പോവുക, സുവിശേഷം പ്രസംഗിക്കുക, അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞതുപോലെ മരിയൻ ഉടമ്പടി ചെയ്യുന്നവർ പ്രേക്ഷിത വേല ചെയ്യും. ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി ചെയ്യും. അങ്ങനെ 6 കാര്യങ്ങളുണ്ട് മരിയൻ ഉടമ്പടിയിലുള്ളത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുന്നതും അവൻ പറഞ്ഞതാണ്. രോഗികളെ സന്ദർശിക്കുന്നതും അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതും മരിയൻ ഉടമ്പടിയുടെ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന വാഗ്ദാനമാണ്. ദൈവവചനം കേൾക്കുകയും അതിനെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് യേശുവിനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് ഈശോ പറഞ്ഞതാണ്. ഈശോ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അമ്മ എങ്ങനെ അമ്മയായെന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ടിട്ടാണ്, അതനുസരിച്ച് ജീവിച്ചിട്ടാണ്. നമ്മൾക്കും യേശുവിൻ്റെ അമ്മയാകാമെന്ന് പറയുമ്പോൾ ദൈവവചനം പറയണത് ദൈവവചനം കേട്ടാൽ അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കും യേശുവിൻ്റെ അമ്മയെപ്പോലെ ആകാൻ കഴിയും. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം പറഞ്ഞ ഉത്തരവുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവിനെ ദൈവത്തെ ശക്തിയെ നമ്മുടെ മേൽ വരുത്താൻ വേണ്ടി, അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് അനുഷ്ഠിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ആവഹിച്ചിട്ട് ദൈവത്തിനൊന്നും അസാധ്യമില്ലല്ലോ എന്ന് പറഞ്ഞില്ല. അന്നും അസാധ്യമല്ലാത്ത ദൈവത്തെ കൊണ്ട് എല്ലാം സാധ്യമാക്കി തീർക്കുന്ന ദൈവിക പദ്ധതിയാണ് അത്. മറിയത്തോട് വെളിപ്പെടുത്ത പദ്ധതി അതുപോലെ തന്നെ അനുവർത്തിക്കുമ്പോഴാണ് മരിയൻ ഉടമ്പടി ഉണ്ടാകുന്നത്. ആ മരിയൻ ഉടമ്പടിയിലൂടെയാണ് പെട്ടെന്ന് ദൈവാനുഭവം ഉണ്ടാകുകയും സമയം ചുരുങ്ങുകയും നടക്കാത്ത കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഈ ഉടമ്പടി പത്രിക നീ പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം എന്ന വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം തന്നെ സമർപ്പിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന മാധ്യസ്ഥ ശക്തിയെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ഏത് സാഹചര്യത്തിലും ജീവിത സന്ദർഭത്തിലും കാനായിൽ എന്ന പോലെ ഇടപെടാൻ
ആത്മീയ ജീവിത സാഹചര്യങ്ങൾക്കുമേൽ മറിയത്തെ പ്രധാന മധ്യസ്ഥയായി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളതത്രേ മരിയൻ ഉടമ്പടിയുടെ അടിസ്ഥാനം. അനുഗ്രഹ സമയത്തെ പോലും സ്വാധീനിക്കാനുള്ള അധികാരം അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകപ്പെട്ടു എന്നത് അടയാളങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിയിലൂടെ ദൈവാനുഗ്രഹം സത്വര വേഗത്തിൽ ലഭിക്കാൻ കാരണം അതിന്റെ തിരുവചന പശ്ചാത്തലം തന്നെയാണ്. കൃപാസന അൾത്താരയിൽ അനുഭവസ്ഥർ പറയുന്ന തീക്ഷ്ണതയേറിയ സാക്ഷ്യങ്ങളുടെ വെളിപ്പെടുത്തൽ മരിയൻ ഉടമ്പടിയുമായി നമ്മെ ഏറെ രഞ്ജിപ്പിക്കുന്നു. കൃപാസനത്തിന്റെ നിറവിൽ നയിക്കപ്പെട്ട ശുശ്രൂഷകൾ എല്ലാം തന്നെ അഭിഷേക വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദൈവം കനിഞ്ഞു നൽകിയ കൃപാസനം എന്ന നാമത്തിന്റെ ദൈവിക പൊരുൾ തേടുന്നത്. 2004 മുതൽ ഞാനും ജോസഫ് അച്ഛനും എല്ലാ കൊല്ലവും ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്ന പതിവുണ്ട്. ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 10-40 കൊന്ത ആൾത്താരയിൽ ഒരുമിച്ച് ഒറ്റ സമയത്ത് തന്നെ ചെയ്തിട്ടാണ് ഞങ്ങൾ എണീക്കാറ്. അപ്പോൾ ഇതുപോലെ തന്നെ 2015 ഞങ്ങൾ വേളാങ്കണ്ണി പോകേണ്ടായിരുന്നു. അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ ആൾത്താരയിൽ ഇരുന്ന് കൊന്ത ചൊല്ലി കുറേ കൊന്ത ആയി കഴിഞ്ഞപ്പോൾ ഒരു 10-30 കൊന്ത ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു വാക്ക് തന്നായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ് എനിക്ക് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ് എന്തോ വെളിപ്പെടുന്നുണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഈ മെസ്സേജ് കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ മുമ്പ് വെച്ചാൽ ഞാനും ജോസഫ് അച്ഛനോട് ഡിസ്കസ് ചെയ്യാറ്. അപ്പോൾ അമ്മ സംസാരിച്ചെന്നുള്ളൊരു ബോധ്യത്തോടെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കോൺട്രാക്റ്റ് എന്ന് പറയണത് അത് ബിസിനസ് വാക്കാണ്, കോൺട്രാക്റ്റ് ഇല്ല, അത് ഉടമ്പടിയെക്കുറിച്ചാണ് അമ്മ പറയണത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ് ഒരു പേപ്പർ അച്ഛൻ എനിക്ക് എടുത്തു തന്നുകൊണ്ട് പറഞ്ഞ് ഇനി അമ്മ സംസാരിക്കണം, ഇതിൽ എഴുതി വെക്കണം, ഇത് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അച്ഛൻ അപ്പുറത്ത് കുറച്ച് മാറി നിന്നുകൊണ്ട് അച്ഛനും അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു 4 കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അതേപോലെ തന്നെ വെളിപ്പെടുത്തി. അമ്മ പറഞ്ഞ് പാപത്തെക്കുറിച്ച് അമ്മ വെളിപ്പെടുത്തിയായിരുന്നു. ഈ പാപങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്നത്. അതാണ് അമ്മ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പല പാപങ്ങളും അമ്മ വെളിപ്പെടുത്തിയത് എല്ലാ പാപങ്ങളും ഞാൻ അങ്ങോട്ട് നമുക്ക് അനുഗ്രഹം തടസ്സമായിട്ടിരിക്കുന്ന പാപങ്ങളൊക്കെ അങ്ങോട്ട് എഴുതിയായിരുന്നു. അപ്പോൾ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും കൊന്ത ചൊല്ലിക്കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് പേപ്പറിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് മാറിയിട്ട് അച്ഛനും ഇങ്ങോട്ട് വന്ന് എന്നിട്ട് അച്ഛൻ എൻ്റെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ വെളിപ്പെടുത്തിയത് പാപത്തെക്കുറിച്ചാണ്, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെ അനുഗ്രഹം തടസ്സപ്പെടുന്നത് പാപങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എഴുതിയ പേപ്പർ എടുത്ത് കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ് ഇതിൽ എനിക്ക് വെളിപ്പെടുത്തിയത് അമ്മ അനുഗ്രഹമാണ്. അപ്പോൾ പാപവും അനുഗ്രഹവും ആയപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് അമ്മ തന്നെ വെളിപ്പെടുത്തി. അവിടെ ഉടമ്പടി പ്രാർത്ഥന അവിടെ വെച്ച് രൂപീകരിക്കപ്പെട്ട് ചൊരിയപ്പെടുന്ന പുകഴുകളും നൽകപ്പെടുന്ന പുരസ്കാരങ്ങളും എല്ലാം അമ്മ മാതാവിന്റെ മധ്യസ്ഥതാ കനിവിന്റെ അലിവ് സാക്ഷ്യങ്ങൾ എന്നദ്ദേഹം എന്നും ഏറ്റുപറയുന്നു. സേവനം പ്രാർത്ഥനയാക്കി കർമ്മം ആരാധനയാകുന്ന ചര്യാനിഷ്ഠകളിലൂടെ അദ്ദേഹം തന്റെ തീർത്ഥയാനം തുടരുന്നു.